ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ക്ലാസ് 6 ബേസിക് സയൻസിൻ്റെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 4th ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിലവിൽ നിങ്ങൾക്കറിയാം ക്ലാസ് 6ൻ്റെത് ന്യൂ ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്കറിയില്ല ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് എക്സാമിന് ചോദിക്കാൻ പോകുന്നത് എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കുമല്ലേ നിങ്ങൾ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറും. നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ദ ഫ്ലവേഴ്സ് സീൻ അറൗണ്ട് യു ആർ ഗിവൻ ഇൻ ദ പിക്ചർ ബിലോ, വിച്ച് ഓഫ് ദീസ് ഫ്ലവേഴ്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ? അതായത് ഒരു 4 ഫ്ലവേഴ്സിൻ്റെ പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരുകൾ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സിൻ്റെ പേരുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ് അല്ലേ, ഫെമിലിയർ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് താഴെയുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് മുക്കൂറ്റി, സെക്കൻഡ് വൺ തുമ്പ, തേർഡ് വൺ തൊട്ടാവാടി, ഫോർത്ത് വൺ കണിക്കൊന്ന. ഓക്കെ, സോ നമുക്ക് അടുത്തത് നോക്കാം. ഒബ്സർവ് ദ ഷൂ ഫ്ലവർ, ലേബൽ ദ പാർട്സ് ഇൻ ദ ഗിവൺ പിക്ചർ. അതായത് ആ ഷൂ ഫ്ലവർ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ പാർട്സ് എന്നും ബി എന്നും കൊടുത്തിരിക്കുന്ന പാർട്ടുകളുടെ പേര് കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ്. എന്താണ് എ പാർട്ടിൻ്റെ പേരും ബി പാർട്ടിൻ്റെ പേരും? എ പെറ്റലാണ്, ബി പെഡിസലാണ്. ഇതളുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് പെറ്റൽ. ഇതളുകൾ അടിയിലേക്ക് വരുമ്പം ആ സെപ്പൽസിൻ്റെ അടിയിൽ ആ തണ്ട് പോലുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പെഡിസൽ. ഓക്കെ, ഇനി ഐഡൻറ്റിഫൈ എനി 4 പാർട്സ് ഓഫ് ദ ഫ്ലവർ ആൻഡ് റൈറ്റ്സ് ഇറ്റ്സ് ഫങ്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ഫ്ലവറിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പാർട്സ് ലേബൽ ചെയ്ത് അതിൻ്റെ ഫങ്ഷൻസ് ഒരു ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലപ്പം ഏതെങ്കിലും ഒരു ഇങ്ങനെ ഒരു പാർട്ട് തന്നിട്ട് കൃത്യമായിട്ട് ABCD എന്ന് ഇന്ന പാർട്ടുകൾ കൊടുത്തിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ പറയാം. അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു 4 പാർട്ടിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ പറയാം. അല്ലെങ്കിൽ അതിൻ്റെ പേര് ഓൾറെഡി കൊടുത്തിട്ട് അതിൻ്റെ ഫങ്ഷൻസ് മാത്രം എഴുതാനും ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്, ഞാൻ ജനറലായിട്ട് ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ പാർട്ടുകൾ കാണിക്കുന്നു. നമ്മൾ കോമൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ടേബിളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും നിങ്ങൾ പഠിച്ചിരിക്കണം. പെഡിസലിൻ്റെ ഫങ്ഷൻ എന്താ? അറ്റാച്ചസ് ദ ഫ്ലവർ ടു ദ സ്റ്റെം. അതായത് തണ്ടിനെ ഫ്ലവറിനെ തണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് പെഡിസലാണ്. ഓക്കെ, തലാമസ് എന്താ? പ്രൊവൈഡ്സ് ദ സീഡ് ഫോർ അതർ പാർട്സ് ഓഫ് ദ ഫ്ലവർ. അതായത് ഫ്ലവറിൻ്റെ അതർ പാർട്ടിന് ഒരു സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് തലാമസ് ആണ്. പിന്നെ എന്താ? കാലിക്സ് ഫോംഡ് ഓഫ് സെപ്പൽസ് പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ്. സെപ്പൽസ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് കാലിക്സ്. അതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഫ്ലവർ ബഡിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ കൊറോളൻ്റെ ഫങ്ഷൻ എന്താ? ഫോംഡ് ഓഫ് പെറ്റൽസ് കൂടി ചേരുന്നതാണ് എന്ത്? കൊറോള. ഗീവ്സ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ. നമ്മുടെ ഫ്ലവറിന് വളരെയധികം ഭംഗിയൊക്കെ നൽകുന്നത് ഈ കൊറോളയാണ്. ഓക്കെ, ദെൻ ആൻഡ്രീസിയം എന്താണ്? ഫോംഡ് ഓഫ് സ്റ്റെമൻസ് കൂടിയിട്ടാണ് ആൻഡ്രീസിയം ഫോം ചെയ്യുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവറിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് എന്ത്? ആൻഡ്രീസിയം. ദെൻ ഗൈനീസിയം എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഗൈനീസിയം കൺസിസ്റ്റ് ഓഫ് 1 or more കാർപ്പൽസ് കൂടി ചെന്നിട്ടാണ് ഗൈനീഷ്യം ഉണ്ടാകുന്നത്. അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഈ ആൻഡ്രീസിയവും ഗൈനീസിയവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണെന്നും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണെന്നും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. വാട്ട് ഡു യു മീൻ ബൈ എ കംപ്ലീറ്റ് ഫ്ലവർ? ഒരു കംപ്ലീറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ കംപ്ലീറ്റ് ഫ്ലവർ. ഇത് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏരിയ തന്നെയാണ്. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. These are the main 4 parts seen in a flower. A flower with all these parts is a complete flower. അതായത് കാലിക്സും കൊറോളയും ആൻഡ്രീസിയവും ഗൈനീഷ്യവും ഉള്ള എല്ലാ ഫ്ലവറും എന്താണ്? കംപ്ലീറ്റ് ഫ്ലവറാണ്. ഇതാണ് മേജറായിട്ടുള്ള ഫ്ലവറിൻ്റെ 4 പാർട്ടുകൾ.
പഠിക്കുക കേട്ടോ. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഇതുള്ള ഫ്ലവേഴ്സ് എല്ലാം എന്താണ്? കംപ്ലീറ്റ് ഫ്ലവറാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, നെയിം 2 നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതായത് പൂക്കൾ വിടരാത്ത അല്ലെങ്കിൽ പൂക്കളില്ലാത്ത പ്ലാന്റ്സ് കോമൺ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള 2 പ്ലാന്റ്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? പൈൻ, സൈക്കസ്, ഫേൺസ്. ഇതിനൊക്കെ എന്താണ്? ഫ്ലവേഴ്സ് ഇല്ലാത്ത ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഏതെങ്കിലും 2 എണ്ണമൊക്കെ എഴുതാനായിരിക്കും ചോദിക്കുക. അപ്പം ഏതെങ്കിലും 2 എണ്ണമെങ്കിലും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം 6ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ്? പ്ലാന്റ്സിൽ പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം ദ ഫ്ലവർ. ഫ്ലവറിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? കായ് ഉണ്ടാവുന്നത് അല്ലേ? കായ് ഫലം വേണമെങ്കിൽ ഫ്ലവർ വേണം. ദ സീഡ് ഡെവലപ്സ് ഇൻസൈഡ് ദ ഫ്രൂട്ട്. ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് എന്ത്? വിത്തുകൾ ഉണ്ടാവുന്നത്. ഇനി അടുത്തൊരു ചെടി ഉണ്ടാവണമെങ്കിൽ ആ വിത്തുകൾ വേണ്ടതാണ്. എ ന്യൂ പ്ലാന്റ് അറൈസസ് ഫ്രം ദ സീഡ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത് ആ സീഡിൽ നിന്നാണ്. അപ്പോൾ ഒരു ഫ്ലവർ ഇല്ലെങ്കിൽ ആ ഒരു ചെടീൻ്റെ വേറൊരു ചെടി ഉണ്ടാവുന്നത് തന്നെ ഇല്ലാണ്ടാവും അല്ലേ? അപ്പം ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ഫ്ലവർ ഉള്ളത് കൊണ്ട് ഒരു ചെടിക്കുള്ള ബെനിഫിറ്റ്സ് ഈ 3 എണ്ണമാണ്. ഓക്കെ. ദെൻ 7th ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ ഫ്ലവർ പ്രൊഡ്യൂസ് ഫ്രൂട്ട് ആൻഡ് സീഡ്? എങ്ങനെയാണ് ഒരു ഫ്ലവർ ഫ്രൂട്ടും സീഡും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻസർ നോക്കാം. ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫ്ലവേഴ്സ് ത്രൂ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് ഫ്ലവേഴ്സിൽ ഫ്രൂട്ട്സും സീഡ്സും ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പം ഇത്രയും ക്വസ്റ്റ്യനും ആൻസേഴ്സും പഠിച്ചില്ലേ? അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാമിനേഷൻ. ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.